പരാജയങ്ങളുടെ രാജകുമാരൻ രാഹുൽ ഗാന്ധി നയിക്കുന്ന ഇന്ത്യ മുന്നണിയിൽ നിന്നും കോൺഗ്രസിന്റെ നായകത്വം എടുത്തു മാറ്റണമെന്നാണ് മറ്റു പാർട്ടികൾ ആവശ്യപ്പെടുന്നത്. പ്രധാനമായി ആവശ്യപ്പെടുന്ന ഉത്തർപ്രദേശിൽ നിന്നുള്ള SP, അതോടൊപ്പം തന്നെ ബംഗാളിൽ നിന്നുള്ള TMC അടക്കമുള്ള പാർട്ടികൾ ആവശ്യപ്പെടുന്നു. അവരെ കുറ്റപ്പെടുത്താൻ കഴിയില്ലല്ലോ. നിരന്തരം പരാജയപ്പെടുത്തുന്ന ഒരു പാർട്ടിയെ എത്ര നാൾ ഇങ്ങനെ മുൻനിർത്തി അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയും? രണ്ടു കൂട്ടർ കുളപ്പിൽ എന്ത് ചെയ്യും? അതാണ് ശരിക്ക്. കാരണം ഇയാളെക്കുറിച്ച് ഇപ്പോഴല്ലല്ലോ അവർ മനസ്സിലാക്കിയത്. കുറേ കാലങ്ങളായിട്ട് സഹിക്കുകയാണ്, സ്വയം ഏറ്റെടുക്കുകയാണ് ഞാനാണ് നേതാവ് എന്നുള്ളത്. അപ്പോൾ ഇന്ത്യ മുന്നണിയെ നയിക്കേണ്ടത് നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. ഇതുവരെ അംഗീകരിച്ചിട്ടുണ്ടോ? മമതാ ബാനർജി ഇവരെ അംഗീകരിച്ചിട്ടില്ല. മമതാ ബാനർജി അംഗീകരിക്കാത്തതുകൊണ്ട് TMC അംഗീകരിക്കുന്നില്ല. SP അംഗീകരിച്ചിട്ടുണ്ടോ? അംഗീകരിച്ചിട്ടില്ല. പിന്നെ എന്തിന് ഈ ഭാരം ഇവർ ചുമക്കണം എന്നുള്ളത് ഇപ്പം ചിന്തിച്ചു തുടങ്ങി. നേരത്തെ തന്നെ ഈ അഭിപ്രായങ്ങളുണ്ടായിരുന്നു. പിന്നെ കോൺഗ്രസിൻ്റെ ഉള്ളിൽ ബുദ്ധിയും വിവരമുള്ള ആൾക്കാർ മുഴുവൻ ഇയാളെ അംഗീകരിക്കുന്നില്ല ശരിക്ക്. പിന്നെ ഈ കുടുംബത്തിനോട് പ്രതിബദ്ധത കാണിച്ചുകൊണ്ട് അടിമകളായി ജീവിക്കുന്ന ആളുകൾ ഇയാളെ അംഗീകരിക്കുന്നു. അത്രയേ ഉള്ളൂ. അപ്പോൾ ഇയാളെ മാറ്റി നിർത്തി മുന്നോട്ട് പോകണമെന്നാണ് ഇന്ത്യ മുന്നണിയിൽ നിൽക്കുന്ന സർവകക്ഷികളുടെ ഈ ആഗ്രഹം. എല്ലാവർക്കും അതെ. ഇപ്പം ഇന്ത്യ മുന്നണിയിലുള്ള ആണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, CPM, CPI, ജനതാദൾ, ഇതെല്ലാം കേരളത്തിലെ. ഇവർ ആരെങ്കിലും രാഹുൽ ഗാന്ധി അംഗീകരിക്കുന്നുണ്ടോ? രാഹുൽ ഗാന്ധി അംഗീകരിക്കുന്നില്ല. അവിടെ ചെന്നാൽ രാഹുൽ ഗാന്ധിയുടെ മുഖത്ത് പോലും നോക്കുന്നില്ല ഇവരാരും. അതുകൊണ്ടാണ് പാർലമെൻറ്റിലേക്ക് അമിത്ഷായും മോഡിജിയും ഒക്കെ കടന്നു വരുന്ന സമയത്ത് നിശബ്ദമാണ് പാർലമെൻ്റ് എന്ന് പറഞ്ഞിട്ട് ഇവിടുത്തെ ഒരു നേതാവ് പറയേണ്ടായി, ഇവിടെ നിന്നുള്ള കമ്മ്യൂണിസ്റ്റ് നേതാവ്. അതേ സമയത്ത് അവർ തന്നെ പരിഹസിക്കുകയല്ലേ ശരിക്കും പ്രതിപക്ഷ നേതാവിനെ ഈ പറച്ചിൽ കൂടിയിട്ട് മോശമാക്കിക്കൊണ്ടല്ലോ അവർ വരുമ്പോൾ നിശബ്ദ ആണെന്ന് പറയുന്ന കാരണം. ഇവിടെ നിന്നുള്ള ഒരു MP RSP നേതാവ്, അദ്ദേഹം ഏത് സമയത്തും എനിക്ക് തോന്നുന്നു രാഹുൽ ഗാന്ധിയുടെ മുഖത്ത് പോലും നോക്കാറില്ല. അപ്പം എല്ലാ സ്ഥലത്തും പോലെ തന്നെ കേരളത്തിൽ നിന്നുമുള്ള ആളുകൾ ഇന്ത്യ മുന്നണിയിലുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. പക്ഷേ കേരളത്തിലെ ഭരണകക്ഷി ആൾക്കാർ ആരും തന്നെ രാഹുൽ ഗാന്ധി അംഗീകരിച്ചിട്ടില്ല. കോൺഗ്രസ് നേതൃത്വത്തെ അവർ അംഗീകരിച്ചില്ല. എനിക്ക് തോന്നുന്നു തമിഴ്നാട്ടിലും ഏകദേശം ഇങ്ങനെ തന്നെയായിരിക്കും. നോക്കുമ്പോൾ ഓരോ സംസ്ഥാനം നോക്കുന്ന സമയത്ത് ഈ ഇന്ത്യ മുന്നണിയിലുള്ള ആളുകൾ തന്നെ രാഹുൽ ഗാന്ധി അംഗീകരിക്കുന്നില്ല. സ്വാഭാവികമായിട്ടും കോൺഗ്രസ്സിനെ അവർ അംഗീകരിക്കുന്നില്ല. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്, അംഗീകരിക്കുന്നില്ല എന്നുള്ളതിൻ്റെ ഒരു തെളിവ് കൂടിയിട്ടാണ് ഇയാൾ കാണിക്കുന്ന ഈ കോപ്രായങ്ങൾ മുഴുവൻ നടത്തി. ഇപ്പോൾ ബീഹാർ തെരഞ്ഞെടുപ്പ് കൂടി കഴിഞ്ഞ സമയത്ത് പരസ്യമായിട്ട് അല്ലെങ്കിൽ രഹസ്യമായിട്ട് പറയാൻ തുടങ്ങിയില്ലേ? ഇപ്പം UP നിന്നുള്ള SP ആളുകൾ പരസ്യമായിട്ട് പറയാൻ തുടങ്ങി. നേരത്തെ മുതലേ ബംഗാൾ ഘടകം TMC ആൾക്കാർ നേരത്തെ മുതലേ ഇയാൾക്കെതിരെ പറയാറുണ്ട്, കോൺഗ്രസ്സിനെതിരെ പറയാറുണ്ട്. കോൺഗ്രസ് നേതൃത്വത്തിന് അംഗീകരിക്കാൻ അവർ തയ്യാറല്ല. പിന്നെ എനിക്ക് തന്നെ നേതാവണമെന്ന ഓരോ ആഗ്രഹമുള്ള ആൾക്കാരാണ് ഇന്ത്യ മുന്നണിയിലെ സർവരും. പ്രാദേശികമാണല്ലോ. അപ്പം TMC മമതാ ബാനർജി ഏതെങ്കിലും സമയത്ത് കോൺഗ്രസ് നേതൃത്വത്തിന് അംഗീകരിച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ കോൺഗ്രസ് നേതൃത്വത്തെ കാര്യം നേടാൻ വേണ്ടി മാത്രം ഒരു ചർച്ചയ്ക്ക് പോകുക എന്നല്ലാതെ, ഞാനാണ് എന്നെക്കാളും വലിയ നേതാവില്ല എന്ന് ചിന്തിക്കുന്ന ഒരാളാണ് മമതാ ബാനർജി. ഞാനാണ് എല്ലാം, എൻ്റെ കൈപ്പിടിയിൽ ഒതുങ്ങണം എല്ലാം എന്ന് ആഗ്രഹിക്കുന്നവരാണ്. സ്വാഭാവികമായിട്ടും ഈ രാഹുൽ ഗാന്ധി എന്തുകൊണ്ടായിരിക്കും ജനങ്ങൾ അംഗീകരിക്കാത്തത്? തുടർച്ചയായ പരാജയങ്ങൾ ഉണ്ടാകുന്നു. അത് ആ കുടുംബാധിപത്യം മാത്രമാണോ? ഈ കുടുംബ പാരമ്പര്യം ഉയർത്തിക്കാട്ടി അതിപ്പോൾ ജനങ്ങൾ മടുത്തതാണോ? അതോ മറ്റു കാര്യങ്ങളുമുണ്ടോ? മടുത്തു, ജനങ്ങൾ മടുത്തു. ആ കുടുംബാധിപത്യത്തിൽ ജനങ്ങൾ മടുത്തു. രണ്ടാമത്തത്, ഇയാൾ കാണിക്കുന്ന മണ്ടത്തരങ്ങൾ, വിഡ്ഢിത്തരങ്ങൾ, ഇതൊക്കെ എന്താ ഒരു പരിഹാസം മാത്രം. ശ്രദ്ധിച്ചില്ലേ എല്ലാവരും? ഇയാൾ നടക്കുന്നത് എന്തൊരു പ്രത്യേക രീതിയിൽ, സംസാരിക്കുന്ന ഒരു പ്രത്യേകത, ഒരു തരം ഗോഷ്ഠി കാണിച്ചുകൊണ്ട്, ധരിക്കുന്ന ഡ്രസ്സ്, ഇതെല്ലാം നോക്കുന്ന സമയത്ത് ഏതോ ഒരു, നമ്മൾ പറയാൻ പാടില്ല, ഒരു രാഷ്ട്രീയ നേതാവിന് വേണ്ടാത്തത് പറയരുത്, പക്ഷേ പറഞ്ഞു പോകും ജനങ്ങൾ ഇയാളെക്കുറിച്ചിട്ട് മോശമായിട്ട്. ആ വിധത്തിലാണ് ഇയാളുടെ എല്ലാ പെരുമാറ്റങ്ങൾ, സംസാരങ്ങൾ,
പ്രസംഗിക്കുന്ന ശൈലി, ഇതെല്ലാം നോക്കിക്കഴിഞ്ഞാൽ ഭാരതത്തിൻ്റെ അന്തരീക്ഷത്തിന് യോജിച്ച രീതിയിലല്ല ഈ നേതാവിൻ്റെ സർവ ഒരു വിദേശിയുടെ ടച്ചാണ്. ഒരു ഭാരതീയനാകാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു, പക്ഷെ സാധിക്കുന്നില്ല. കാരണം കൂറ് എപ്പോഴും അവിടെയാണ്. പിന്നെ എന്തെങ്കിലും ഒരു തീരുമാനം എടുത്ത് ഇയാളോട് അന്വേഷിക്കാൻ സാധിക്കുമോ? ഇയാൾ ആ സമയത്ത് ഇല്ല. പിന്നെ ഭാരതത്തിലില്ല ഇയാൾ. പിന്നെ ഇയാൾ എവിടെയാണെന്നുള്ളത് പാർട്ടിക്കാരോട് ചോദിച്ചാൽ അവർക്ക് പറഞ്ഞുകൂടാ. പാർട്ടി കേന്ദ്രത്തിൽ പോയി നോക്കിയാൽ അവിടെയും അറിഞ്ഞൂടാ. അപ്പം അങ്ങനത്തെ ഒരു ആളെ എങ്ങനെയാണ് ബാക്കിയുള്ള ഘടകകക്ഷികൾ എന്ന് പറയാം അവർ അംഗീകരിക്കുക? പക്ഷെ അവർ ചിന്തിക്കേണ്ടതല്ലേ? അവർ ചിന്തിച്ചിട്ട് ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഇയാളെ അംഗീകരിക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞിട്ട് അവരൊരു തീരുമാനത്തിലെത്തണം. അതിനെന്താ കാരണം? കോൺഗ്രസ് മുക്ത ഭാരതമായിട്ടില്ല. എന്തായാലും ആകെ ചെയ്യരിച്ചിരിക്കും. പക്ഷെ മറ്റുള്ള ഘടകകക്ഷികൾക്കൊക്കെ ഓരോ സംസ്ഥാനമുള്ളൂ. അവിടെ എല്ലാം പ്രവർത്തനം ഓരോ സംസ്ഥാനം കേന്ദ്രീകരിച്ചുകൊണ്ടാണ്. നരേന്ദ്രമോദി വിജയത്തിന് ശേഷം ഒരു പ്രസംഗം നടത്തിയിട്ടുണ്ട്. അതിൽ അദ്ദേഹം സൂചിപ്പിക്കുന്നു, രാഹുലിനോടൊപ്പം നിൽക്കുന്ന, കോൺഗ്രസിനോടൊപ്പം നിൽക്കുന്ന ഘടകകക്ഷികൾ മുഴുവൻ തകർച്ചയിലേക്ക് പോവുകയാണ്. അത് നാം മഹാരാഷ്ട്രയിൽ കണ്ടു. അതോടൊപ്പം തന്നെ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി നിന്ന AAP ഡൽഹിയിൽ കണ്ടു, ഇപ്പോൾ ബീഹാറിൽ കണ്ടു. അങ്ങനെ ഏത് സ്ഥലത്തായാലും ഇവരോടൊപ്പം നിൽക്കുന്നവർ പരാജയപ്പെടുന്നു. കാരണങ്ങൾ വേറെയുണ്ട്. കാരണം ഇയാളോടൊപ്പം ഈ കോൺഗ്രസിനോടൊപ്പമല്ല, ഇയാളോടൊപ്പമാണ് ശരിക്കും അതിൽ. കാരണം ഇയാൾക്ക് അതിൽ പങ്കുണ്ട്. കൂടാതെ ഈ ഘടകകക്ഷികളെല്ലാം നോക്കും, ഇവർക്കെല്ലാം അതാത് സ്ഥലത്തെ അഴിമതിക്കാരാണ്. എല്ലാ പാർട്ടിക്കാരും അതാത് സ്ഥലത്തെ അഴിമതിക്കാരാണ്, അല്ലെങ്കിൽ ഭീകരവാദികളെ പ്രോത്സാഹിപ്പിക്കുന്നവരാണ്. എന്തെങ്കിലും പൊതുവായിട്ട് ഇവർക്ക് അഴിമതി വിരുദ്ധമായിട്ടുള്ള ഏതെങ്കിലും കാര്യങ്ങളില്ലാത്ത ആരെങ്കിലും ഉണ്ടാവും. AAP വൻ അഴിമതിയല്ല കാണിച്ചു. അഴിമതിക്കെതിരായി വന്ന AAP എന്നുള്ള പ്രസ്ഥാനം, ആ പ്രസ്ഥാനം പിന്നെ അഴിമതിക്കാരുടെ ഒരു ഭാണ്ഡക്കെട്ടായി മാറി. ഇത് തന്നെയാണ് TMC. അത് പോയി കഴിഞ്ഞാൽ ഇവിടുത്തെ ഭീകരവാദികളെ മുഴുവൻ പ്രോത്സാഹിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടി ഏതാണെന്ന് വെച്ചാൽ TMC-യാണ്. ബംഗാളിൽ അവരുടെ അതുകൊണ്ട് മാത്രമാണ് ഇവർ വിജയിച്ചു വരുന്നത്. അവിടെ കാണിക്കുന്ന പേക്കൂത്തുകൾക്ക് കണക്കുണ്ടോ? ആക്രമിച്ച് കൊല്ലുകയാണ് ചെയ്തിരിക്കുന്നത്. ബംഗ്ലാദേശിൽ ചെയ്യും പോലെ ബംഗാളിലെ ഹിന്ദു സമൂഹത്തെ കൊല്ലുകയാണ് ചെയ്യുന്നത്. ആക്രമിച്ച് കൊല്ലുകയാണ്. ആരാണ് അഴിച്ചുവിട്ടിരിക്കുന്നത്? ഈ ഭീകരവാദികളെ നേതൃത്വ സ്ഥാനത്ത് കൊണ്ടുവച്ചിട്ട് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ്. മമതാ ബാനർജിയുടെ അത്തരത്തിലുള്ള പ്രസംഗങ്ങളും അനുയായികൾ അത്തരത്തിൽ ചെയ്യുന്നതും രണ്ടും കൂടി ചേർക്കുന്ന അവിടെ അങ്ങനെ നടക്കുന്നു. തമിഴ്നാട്ടിൽ DMK ഇതുപോലെ തന്നെയാണ്. സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളെ കൊണ്ട് മുന്നോട്ട് വരികയാണ്. അഴിമതി നടന്നിട്ടില്ലേ? അതിലത്തെ MP-മാർ പലരും അഴിമതിക്കാരല്ലേ? ഇങ്ങനത്തെ ഓരോ ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാലും ഈ കക്ഷികൾ, കോൺഗ്രസിൻ്റെ ഘടകകക്ഷികളായിരിക്കുന്ന ഇന്ത്യ മുന്നണിയിലെ ആൾക്കാർ അതത് സംസ്ഥാനങ്ങളിൽ ജനങ്ങൾ വെറുക്കപ്പെട്ടവരാണെന്നുള്ളത് മനസ്സിലാക്കണം. പിന്നെ എങ്ങനെ ചില സ്ഥലത്ത് അവർ ഭരിക്കും നോക്കിക്കഴിഞ്ഞാൽ അത് ചില സ്ഥലത്ത് അങ്ങനെയുണ്ട്. പൈസ കൊടുത്തിട്ടും കാര്യങ്ങളൊക്കെ ആൾക്കാരെ സ്വീകരിച്ചുകൊണ്ട്. അപ്പം പലതരത്തിലാണ്. ആ തരം കക്ഷികൾ ഇയാളോട് പറയാനുള്ള ഒരു ധൈര്യം അവർക്കും ഇല്ല. കാരണം അവരും കൂടി നിലനിൽപ്പ് നോക്കുന്ന സമയത്ത്. പിന്നെ കോൺഗ്രസിൻ്റെ അകത്താന്ന് പറഞ്ഞ അടിമകളാണ്. കോൺഗ്രസിൻ്റെ അടിമകളാണ് ശരിക്കും മുഴുവൻ. കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ പ്രസിഡന്റ് അടക്കമുള്ള ആൾക്കാർ ഒരു കുടുംബത്തിലെ അടിമയായിട്ട് ഇന്നും നിലനിൽക്കുന്നു. അപ്പം എന്ത് പറഞ്ഞാലും തത്തമ്മയെ പൂച്ച അവർ പറഞ്ഞ് ശരി, അതാണ് ശരി. കേരളത്തിൽ നിന്ന് കുറേ അടിമകളുണ്ട്. അങ്ങനെ ഓരോ പ്രദേശത്തു നിന്നും അടിമകളുണ്ട്. അറിയാതെ ആണെങ്കിലും പറഞ്ഞു പോവുകയാണ് ശശി തരൂർ പോലുള്ള ആൾക്കാർ ഈ കാര്യങ്ങൾ ഇവർക്കെതിരായിട്ട്. അറിയാതെ പറഞ്ഞു പോണതായിരിക്കാം, പിന്നെ സത്യസന്ധമായിട്ടാണ് പറയുന്നത്. അപ്പം ഈ വിധത്തിൽ കുറേ ആൾക്കാർ കാശ്മീരിലും കേരളത്തിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഉണ്ട്. പക്ഷെ ആരെങ്കിലും ഒരു നേതൃത്വം കൊടുക്കാൻ തയ്യാറായി മുന്നോട്ട് വന്നാൽ കോൺഗ്രസ് പിളരും. വീണ്ടും ഉറപ്പാണ്, വീണ്ടും പിളരും എന്നുള്ളത്. കാരണം ഒരൊറ്റ ആൾ ആരെങ്കിലും സത്യസന്ധമായുള്ള കാര്യം തുറന്നു പറയാൻ തയ്യാറായാൽ മതി. കോൺഗ്രസ് പിളരും. നേതൃത്വ സ്ഥാനത്ത് നിന്ന് സ്വാഭാവികമായിട്ടും ഇയാളെ ചവിട്ടി പുറത്താക്കും കൂടുതൽ ഇന്ത്യ മുന്നണിയുടെ ബാക്കിയുള്ള ആൾക്കാർ എന്നുള്ളത് ഉറപ്പാണ്. ഇതാണ് സംഭവിക്കാൻ പോകുന്നത്. നേരായിട്ട് സത്യസന്ധമായിട്ട് മുന്നോട്ട് പോയാൽ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.